ഹലോ, ഹെറ്റ്മീലുടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലരും കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് പലരും പറയുന്നതാണ്, ചേച്ചി മുടി എത്രയൊക്കെ ഷാമ്പൂ ചെയ്താലും എത്രയൊക്കെ സൂക്ഷിച്ചാലും ഭയങ്കര സ്മെല്ലാണ്. അതുമല്ലെങ്കിൽ കുറച്ചു പേർ പറയുന്നത് രാത്രിയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റിയ എന്തെങ്കിലും സീറം ഉണ്ടോ, അതുപോലെ പുറത്തു പോകുമ്പോൾ മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സീറം അല്ലെങ്കിൽ ജെൽ ടൈപ്പ് എന്ന് പറയാം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഉള്ള ഒരു ടിപ്പാണ് ഇന്നത്തേത്. ഇത് മുടിക്ക് മാത്രമല്ല, ഈ സെയിം ക്രീം നമുക്ക് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മുഖത്തും നമ്മുടെ കയ്യില് കാലില് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു ക്രീമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമന്റ് ഇതാണ്. ഇത് ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഫ്ലാക്സീഡിന്റെ ജെൽ ഉണ്ടാക്കണം. റെഗുലറായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ബൈഹാർട്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ ചെറുചണവിത്ത്. പലർക്കും സംശയമാണ് മുതിരയാണോ എന്ന്. മുതിരയല്ല, ഹിന്ദിയിൽ ആൽസി എന്ന് പറയും. നമ്മൾ അരിസാധനങ്ങൾ മേടിക്കുന്ന കടകളിൽ കിട്ടാറുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടാറുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് 1-2 ടീസ്പൂൺ എടുത്ത് അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ തന്നെ തീ കുറച്ചിടണം. ഇനി ചെറു തീയിൽ കിടന്നിട്ട് ഇതൊരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ജെല്ല് പോലെ ആകാൻ തുടങ്ങും. നല്ലതുപോലെ ജെല്ലാകുന്നത് വരെ ഇട്ടേക്കണ്ട. അതാവാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്തേരെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഞാനിപ്പോൾ ഈ പരുവത്തിനാണ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഈ പരുവത്തിന് നമുക്ക് ഇത് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാൻ പറ്റും. ഇത് അരിപ്പയിൽ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തുണി യൂസ് ചെയ്തിട്ട് തുണിക്കകത്തിട്ട് പിഴിഞ്ഞെടുക്കാം. നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ ജെല്ലുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഇതേ പ്രോസസ്സിങ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാം. എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ധാരാളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീറം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ആലുവേര ജെൽ. ഇത് ഞാൻ കടയിൽ നിന്നും മേടിച്ച ആലുവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. പച്ച കളറ്, വെള്ള കളറ്, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഫ്രഷ് ആയിട്ടുള്ള ആലുവേര ജെല്ലിലും ഇതുണ്ടാക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീറം നല്ല ക്രീം പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഫ്രഷ് ആയിട്ടുള്ള ജെല്ലെടുത്താൽ അത് 2-3 ദിവസം കൊണ്ടേക്കേ വെച്ചേക്കാൻ പറ്റത്തുള്ളൂ. ഉടൻ തന്നെ അത് യൂസ് ചെയ്ത് തീർക്കുകയും വേണം. ഇത് ഇങ്ങനെയുള്ള പുറത്തു നിന്നുള്ള സ്റ്റോറിൽ നിന്നുള്ള ജെല്ലാകുമ്പോൾ നമുക്ക് കുറെ നാൾ വെച്ചിരിക്കാൻ പറ്റും. നല്ല ക്രീം ടൈപ്പിൽ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ആലുവേര ജെൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് നമ്മുടെ ഫ്ലാക്സീഡിന്റെ ജെല്ലാണ്. ഇത് തണുത്തതിന് ശേഷമേ ജെല്ല് ഇതിനകത്ത് ഇടാവൂ. ഇതും കുറേശ്ശെ ഇടണം. ഒറ്റ അടിക്ക് ഇട്ടാൽ നമുക്ക് നല്ല ക്രീമായിട്ട് ആക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ആ ജെല്ല് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ടീ ട്രീ ഓയിൽ. ഞാൻ ആമസോൺ ഹോളിന്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഒക്കെ വീഡിയോസ് ഉടൻ തന്നെ ഇടാമെന്ന്. അപ്പോൾ ഈ ടീ ട്രീ ഓയിൽ 3-4 തുള്ളി, കൂടുതൽ വേണ്ട കേട്ടോ, 3-4 തുള്ളി, അതിൽ കൂടുതൽ വേണ്ട. നല്ല സ്ട്രോങ് ആണ്. ഒരു മണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ടീ ട്രീ ഓയിൽ നമ്മുടെ മുടിക്കിലെ ട്രാൻഡ്രഫ്, തലയിലെ ട്രാൻഡ്രഫ് പോവാൻ, ഇച്ചിങ് അതായത് ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറാൻ, ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടി റിപ്പയർ ആവാൻ ഏറ്റവും നല്ലതാണ് ഈ ടീ ട്രീ ഓയിൽ. അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതിനാൽ നമ്മുടെ സ്കിന്നിലെ പാടുകൾ മാറാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ ടീ ട്രീ ഓയിൽ. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 തുള്ളി ആദ്യം യൂസ് ചെയ്താൽ മതി. കാരണം പറയാൻ പറ്റില്ല, എത്രയൊക്കെ നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ചിലർക്ക് അത് സ്യൂട്ട് ആകാം, ചിലർക്ക് സ്യൂട്ട് ആവാതിരിക്കാം, എന്തെങ്കിലും അലർജി വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അലർജി സംബന്ധമായ സംശയമുള്ളവരാണെങ്കിൽ 2-3 തുള്ളി എടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഈ സീറം യൂസ് ചെയ്ത ശേഷം ഭാവിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ 4-5 തുള്ളിയൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. 1-2 പ്രാവശ്യമൊക്കെ
ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്താലൊന്നും അത് ക്രീം പരുവത്തില്ല. കുറേ നേരം ഇട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ജെല്ല് ഇതിലുണ്ടല്ലോ, അത് നമ്മുടെ ഈ അലുവേരയുമായിട്ട് മിക്സായി ഒരു ക്രീം ആവാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് നന്നായിട്ട് ക്ഷമയോടെ ഇത് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടത്തുള്ളൂ. ഞാൻ ഇതിൽ ആദ്യം ഇട്ട 2 ടീസ്പൂൺ കൂടാതെ 1.5 ടീസ്പൂൺ അലുവേര ജെൽ എക്സ്ട്രാ ഇട്ടു. കുറച്ചുകൂടി ജെല്ലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എത്രയും ക്രീം പരുവം വേണോ അതനുസരിച്ച് നമുക്ക് ഈ അലുവേര ജെല്ലും മറ്റേതും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ജെല്ലോ ആലുവേര ജെല്ലോ ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ ക്രീം പരുവമാവാൻ ഏതാണോ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, അലുവേരയാണോ ഫ്ലാക്സീഡിന്റെ ജെല്ലാണോ, അത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കും ഇത് കിട്ടുന്നത്. ഇത് നമുക്ക് നല്ല മണമാണ് കേട്ടോ. ടീ ട്രീ ഓയിലൊക്കെ ഒഴിച്ചുകൊണ്ട് ഒരു നല്ല മണവും ഉണ്ട്. ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, പുറത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോ. 10-15 ദിവസം വരെ സുഖമായിട്ട് പുറത്ത് വെച്ചിട്ട് നമുക്കിത്, നിങ്ങളുടെ മുടി ഡ്രൈ ആണെങ്കിൽ അതുപോലെ ശരീരവും ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ബദാം ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ, സാദാ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. നോർമലായിട്ടുള്ള ഓയിലി സ്കിന്നായിട്ടുള്ളവർ ഇതൊന്നും ഇതിനകത്ത് അത് യൂസ് ചെയ്യണ്ട. ഇത് തലയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തും അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിത് ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ്, അതായത് കുളി കഴിഞ്ഞിട്ട് ചെറിയൊരു നനവോട് കൂടി തന്നെ നമ്മൾ സാധാരണ ജെല്ലൊക്കെ തലയിൽ അപ്ലൈ ചെയ്യത്തില്ലേ, അതുപോലെ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒതുക്കി വെക്കും. നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. രാവിലെ എണീക്കുമ്പോൾ ഒട്ടും മുടി പറന്ന് കിടക്കത്തില്ല. അതുപോലെ തന്നെ ലേശം എടുത്ത് കയ്യിലും കാലിലും മുഖത്തും അപ്ലൈ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ പഞ്ഞിക്കകത്തൊക്കെ ടച്ച് ചെയ്താൽ എങ്ങനെയാ, അതേ സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസ് ഒക്കെ. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെങ്കിലേ ഇതിന്റെ നിങ്ങൾക്ക് ഗുണം മനസ്സിലാവത്തുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരു 12 വയസ്സ്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, 12 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ പുറത്തു പോകുമ്പോൾ മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത് തേക്കാം. ഒത്തിരി അങ്ങ് കുഴച്ച് തേക്കല് കേട്ടോ, ലേശം എടുത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പൊ ഈ ജെല്ലിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ജെല്ലായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഫേസിന് നല്ലൊരു ക്രീമായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ബോഡി ഫുൾ ഒരു ക്രീമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ 3 ഗുണങ്ങളാണ് നമുക്കിത് കൊണ്ട്. ഈ ക്രീം നമ്മുടെ മുഖത്തോ ശരീരത്തോ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് ഇൻഫെക്ഷൻ എങ്ങാനും തോന്നുന്നുവെങ്കിൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യരുത്. കാരണം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ടീ ട്രീ ഓയിൽ സ്യൂട്ട് ആകില്ല എന്നാ കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സ്യൂട്ട് ആകണമെന്നില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെ തോന്നുന്നുവെങ്കിൽ പിന്നെ അത് ശരീരത്തോ മുഖത്തോ ഒന്നും ഇത് അപ്ലൈ ചെയ്യല്ലേ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാത്ത രീതിയിൽ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.